അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ. ഒരണിമണി തൂക്കം നന്മ ചെയ്താൽ അത് അവിടെ കാണുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ഒരണിമണി തൂക്കം തിന്മ ചെയ്താലും അതും അവിടെ തന്നെ കാണുന്നതാണ്. അതുകൊണ്ട് നാം അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ഈ ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏത് നിമിഷമാണ് നമ്മളെ മരണം പിടികൂടുന്നതെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവായ അല്ലാഹു തആലയ്ക്ക് മാത്രമാണ് പറയുവാൻ കഴിയുന്നത്. അതുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നാം അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അങ്ങനെ നാം ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ടും മുന്നേറുവാനും നാം ശ്രമിക്കുക. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്നവർക്കുള്ളതാണ്. അതുകൊണ്ട് നാം തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കും. അതുകൊണ്ടാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, രണ്ട് കാര്യങ്ങളെപ്പറ്റി അല്ലാഹു റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുന്നതാണ്. അവകൾ അസ്സിഹത്തു വൽ ഫറാഅ്, അല്ലാഹു തആല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ്. ഇവകൾ എന്തിനു വേണ്ടി ചെലവഴിച്ചുവെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് നാം അല്ലാഹു തആല നമുക്ക് ആരോഗ്യത്തെ നൽകിയിട്ടുള്ളത് അവൻ്റെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്യുവാൻ വേണ്ടി, അതുപോലെ തന്നെ ഒഴിവുകാലത്തെയും ഇല്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ ഓരോ സെക്കൻഡ് സമയവും ഇലൽ കബരിലേക്കുള്ളതാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹുലേക്ക് നാം മടങ്ങും. അല്ലാഹു തആല നമുക്ക് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ കലിമയിൽ മരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ.